ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് ഉഴുന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് ഉഴുന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ ഈ ഉഴുന്ന് വറുത്തെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ആണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനൊരു 2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് ഉഴുന്ന് മാവിലാണ് ഞാനിപ്പോൾ മുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് വറുത്ത് പൊടിച്ച ശേഷം 2 കപ്പ് എടുക്കണം. ഇപ്പോൾ ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഉഴുന്നിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീയങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ചൂടോടെ ഇട്ട് പൊടിക്കരുത് മിക്സിയിൽ, കാരണം മിക്സിയുടെ ബൗളിൻ്റെ അടപ്പ് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് മാറിയ ശേഷം നന്നായിട്ടിത് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ശേഷം നമുക്ക് മുറുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് മുറുക്കിൻ്റെ മാവ് റെഡിയാക്കാം. അപ്പോൾ മാവ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 8 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു 8 ഗ്ലാസ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഞാനൊരു 2 ഗ്ലാസ് ഉഴുന്ന് അതിലേക്ക് ചേർക്കണം. ഞാൻ ഈ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത്. ഈ ഗ്ലാസ്സിന് ഇപ്പം നമ്മൾ അരിപ്പൊടി ഉഴുന്നും ഒരു ഗ്ലാസ്സിൽ തന്നെ എടുക്കണം. അത് ഒരേ അളവായിരിക്കണം. കാരണം ഇപ്പം നമ്മൾ 4 ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്ന്, ആ ഉഴുന്നിൻ്റെ പൊടി ആ ഒരു കണക്കിലായിരിക്കണം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലത്തെ 2 ഗ്ലാസ് ഉഴുന്നാണ് വറുത്ത് പൊടിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പോളം ഉഴുന്ന് പൊടി എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ അതിൽ നിന്ന് 2 കപ്പ് ഉഴുന്ന് മാത്രമേ എടുത്തുള്ളൂ. ഈ കപ്പിൽ തന്നെ 2 കപ്പ് ഉഴുന്നിൻ്റെ പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പം 4 ഗ്ലാസ് മാവാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ഉഴുന്ന്, അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്നിൻ്റെ പൊടി എടുത്താൽ മതി. കാരണം ഉഴുന്നിൻ്റെ പൊടി നമ്മൾ കൂടിപ്പോവുകയാണെങ്കിൽ മുറുക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. എപ്പോഴും അരിപ്പൊടി നമുക്ക് കൂടുതൽ അളവിൽ നിൽക്കണം. ഇപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയല്ല, അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ 8 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുവാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കി വെച്ചിരുന്നാലും കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. എയർടൈറ്റുള്ള ഒരു പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ മതി, കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് ഉഴുന്നിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച ഉഴുന്നിൻ്റെ പൊടി ചേർക്കുവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ പൊടി ചേർക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുവാണ്. ഇപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ചിലർക്ക് മുറുക്കിന് എരിവ് നല്ലതായിട്ട് ഇഷ്ടമാണ്, ചിലർക്ക് മുറുക്കിന് എരിവ് ഇഷ്ടമല്ല. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുവാണ്. ഇതിപ്പം കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത്ര എരിവ് ഉണ്ടാവില്ല, നല്ല മുറുക്കിന് നല്ലൊരു കളർ കൊടുക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മുളക് പൊടി ചേർത്തത്. ഇപ്പം നിങ്ങൾക്ക് എരിവിന് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മുറുക്കിന് ഒരു ചെറിയ ഒരു കറുത്ത കളറിൽ വരും. ഇപ്പം കുരുമുളകിൻ്റെ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയും ചേർക്കാം. ജീരകത്തിൻ്റെ പൊടി ചേർക്കുവാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുവാണ്. എള്ള്, അപ്പം ഞാൻ 1 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർക്കുവാണ്. അപ്പോൾ എള്ളൊക്കെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. അപ്പം ഞാനൊരു 1.5 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തു. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കണം. കായപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എല്ലാം നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം സാധാ വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇപ്പം ചൂട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാത്രത്തിൽ നിറയെ പോയി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുവാണ്.
അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവണം, അരി ഉഴുന്നൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഒരുപാടങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഇപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസാവുന്ന പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. പിന്നെ ഇത് കുഴച്ച ശേഷം നമ്മൾ ഉടനെ തന്നെ ഇത് മുറുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. കാരണം ഈ ഉഴുന്ന മാവ് ആയതുകൊണ്ട് അത് വെള്ളം ഒരുപാട് പിടിക്കും. ഇപ്പോൾ പെട്ടെന്ന് മാവങ്ങ് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഴച്ച ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക. വച്ച് നമ്മൾ കുറച്ച് നേരം വച്ച് കഴിഞ്ഞാൽ ആ മാവ് നന്നായിട്ടങ്ങ് മുറുകിപ്പോവും. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് മാവ്, 1 ഗ്ലാസ് ഉഴുന്നിൻ്റെ മാവും 4 ഗ്ലാസ് അരിപ്പൊടിയും വെച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഒരുപാട് ആദ്യം തന്നെ എടുത്തുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ചെറിയൊരു നല്ല മയം കിട്ടും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിലായിരിക്കണം മാവിൻ്റെ പരുവം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വച്ചേക്കരുത്. വച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആ ഉഴുന്നിൻ്റെ മാവ് നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യും. അപ്പോൾ അത് ഈ മാവ് കുറച്ചുകൂടെ അങ്ങ് കട്ടിയായി പോവും. കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് മുറുക്കത്ര നന്നാവില്ല. അപ്പം അഥവാ നിങ്ങൾ കുറച്ച് നേരം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. മുറുക്കുണ്ടാക്കാനായിട്ട് സേവനാഴിയിൽ ഞാൻ ഇതുപോലെ ഒരു അച്ചാണ് എടുക്കുന്നത്. സ്റ്റാറിൻ്റെ ഷേപ്പുള്ള ഇതുപോലത്തെ അച്ചിലാണ് സാധാരണ മുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അച്ചെടുത്ത് സേവനാഴിയിൽ നമുക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിൽ നമുക്ക് ആദ്യം മുറുക്ക് ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. കാരണം നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് മുറുക്ക് ഉണ്ടാക്കിയിടുമ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പറിൽ മുറുക്ക് ഉണ്ടാക്കി വെച്ച ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഇതുപോലെ സേവനാഴി എടുത്ത ശേഷം കുറേശ്ശെ മാവ് നമുക്കിതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നിറച്ചെടുത്ത ശേഷം നമുക്കിത് അടച്ച് മുറുക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ ബട്ടർ പേപ്പറിലേക്ക് ഈ മുറുക്ക് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ചെറിയ സൈസ് മുറുക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയ വട്ടത്തിലാണ് ഞാൻ ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് മുറുക്ക് ഇതുപോലെ ചുറ്റിച്ച് വെച്ച ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് മുറുക്ക് ഇതുപോലെ മാവ് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരണം. അപ്പം ഞാൻ മുറുക്ക് വറുത്ത് കോരാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടാവണം. ഈ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മുറുക്ക് ഈ എണ്ണയിലിട്ട് വറുത്ത് കോരാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ മുറുക്ക് ഇടാവുള്ളൂ. ആ മുറുക്ക് ഇട്ട ശേഷം തീയൊന്ന് മീഡിയത്തിലോ ലോയിലോ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും.
അപ്പോൾ നമുക്ക് എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് മുറുക്കിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി നമുക്ക് ആ മാവിൽ നിന്ന് കുറച്ചൊരു ചെറിയ ബോൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് എണ്ണ ചൂടായെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് കണ്ടോ, ആ മാവ് മുകളിലേക്ക് ഇപ്പോൾ പൊങ്ങി വരും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ മുറുക്കും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായത് കൊണ്ട് നമുക്ക് ഈ തീ ഒന്ന് മീഡിയത്തിൽ വയ്ക്കാം, കുറച്ച് വയ്ക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, മാവ് പൊങ്ങി വന്നുണ്ടോ. ഇനി നമുക്ക് ഓരോ മുറുക്കും എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ മാവ് അങ്ങ് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ഇനി ഓരോ മുറുക്കും ഇപ്പോൾ കയ്യിലൊട്ടും നനവ് കാണരുത്, നല്ല ഡ്രൈ ആയിരിക്കണം കൈ. പയ്യെ നമുക്കിതുപോലെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം, എണ്ണ തെറിച്ച് വീഴും. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. ഇതുപോലെ പയ്യെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് തിരിച്ചിടാം. അപ്പം ഞാനൊരു 5 മുറുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം മീഡിയം തീയിലാണ് ഞാനിപ്പോൾ വച്ചേക്കുന്നത്. ആ മീഡിയം തീയിൽ വെച്ച് നിങ്ങൾ വറുത്തെടുത്താൽ മതി. നമുക്ക് പയ്യെ പൊടിഞ്ഞു പോകാതെ തിരിച്ചിട്ട് കൊടുക്കണം. ആ എണ്ണയിൽ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ പിന്നെ പൊടിഞ്ഞൊന്നും പോവില്ല. അതുകൊണ്ടാണ് എണ്ണയിൽ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം മാത്രം നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു കാരണവശാലും നിങ്ങൾ തീ കൂട്ടി വയ്ക്കരുത്, പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. നിങ്ങൾ മുറുക്ക് എടുത്ത് ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം, സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരു സ്പൂൺ കൊണ്ടോ മറ്റോ വേണമെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം കൈ കൊണ്ടിടുമ്പോൾ ആ എണ്ണ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മുറുക്ക് ഈ എണ്ണയിലേക്ക് ഇടാൻ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം മുറുക്ക് ഇട്ട് കൊടുക്കാനും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ലൈറ്റിൽ നിങ്ങൾക്ക് കളർ അറിയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടോ, ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കി മുറുക്കൂടെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ മുറുക്ക് ഇങ്ങനെ ചുറ്റിച്ച്, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മുറുക്ക് ഇങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞ ശേഷം അപ്പം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ മുറുക്ക് ഇതുപോലെ ചുറ്റിച്ച് കഴിഞ്ഞ ശേഷം, അപ്പോൾ ഈ മുറുക്ക് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇതുപോലെ ചുറ്റിച്ചെടുത്ത ശേഷം ഈ മുറുക്കിൻ്റെ അരിക് നമ്മൾ ഇതുപോലെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ അങ്ങ് അടർന്നു പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ മുറുക്കെല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ വലുപ്പത്തിൽ ഒരു 100ഓളം മുറുക്ക് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇത്രയും മാവിൽ. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കാണ്. അതുപോലെ മുറുക്കിന് എരിവ് ഇഷ്ടമുള്ളവർ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഈ മുറുക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം
ഒരു എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നിങ്ങൾ അടച്ചു വയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആവി കെട്ടിയിട്ട് ചീത്തയായി പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.